നിങ്ങളുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവണം, നിങ്ങളുടെ സ്കിന്നിന് ടാനൊക്കെ മാറണം, നല്ല ഗ്ലോയി സ്കിന്ന് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ പാക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത്. ഇത്രയും റിസൾട്ട് തരുന്ന വേറൊരു പാക്ക് ഇല്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഭയങ്കര റിസൾട്ടാണ്, സൂപ്പർ ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിളാണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് നൽകണത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി ഗൈസ്. നിങ്ങൾ അടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്തേക്കൂ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ടത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ് തൈര് എന്ന് പറയുന്ന സംഭവവും, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ബേസൻ എന്ന് പറയുന്ന കടലമാവാണ് കേട്ടോ. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ പോണത്. സത്യം പറഞ്ഞാൽ ഈ പാക്ക് ഇട്ടതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ട് കണ്ട് ഞാൻ തന്നെ ഞെട്ടി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചു വീക്കിലി ഒരു തവണയെങ്കിലും ഞാൻ ഈ പാക്ക് ഇടുമെന്ന്. അപ്പോൾ നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു. അത്രയ്ക്കും നല്ലൊരു ഫേസ് പാക്കാണിത്. ആദ്യമായിട്ട് നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്യുക, എന്നിട്ട് വേണം ഏതൊരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കൈകൾ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. ഞാനിപ്പോൾ ഇന്നൊരു ബ്രഷ് ഇട്ടാണ് അപ്ലൈ ചെയ്യണത്. ഞാൻ ഫേസൊക്കെ ഒരു മൈൽഡ് നമ്മുടെ ഫേസ് വാഷ് കൊണ്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് രണ്ട് മിക്സ് ചെയ്യുക. നമ്മൾ ടർമറിക്കോ ഒന്നും ഇടുന്നില്ല കേട്ടോ, ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇടുന്നത്. ഇതിൻ്റെ റിസൾട്ട് അമേസിങ് ആണ് ഗൈസ്. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയണമെന്ന് വെച്ചാൽ എനിക്ക് അത്രയും നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഫേസ് പാക്ക് മാത്രം മതി, ട്രൈ ചെയ്താൽ മാത്രം മതി, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമ്മളിതൊരു 7 ഡേ ചലഞ്ച് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് പോണത്. ആ ബാക്കി ചലഞ്ച് വീഡിയോസും കൂടി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അതെനിക്ക് തോന്നുന്നു മേ ബി ഞാനിത് ആദ്യം തൊട്ട് ചലഞ്ച് ചെയ്തുകൊണ്ട് വരികയാണ്. കേർഡിൻ്റെ ഫേസ് പാക്ക് ചലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ടായിരിക്കും എനിക്കിത് ഈ ദിവസമായപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും അതും കൂടി കണ്ടുനോക്കും, നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. പിന്നെ ഈ പ്രായമായവർക്ക് അടിപൊളി ഫേസ് പാക്കാണിത്. നമ്മൾ ഇന്ന് ഡേ 5 ആണ്, എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം നല്ല റിസൾട്ട് ഇന്നായപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ആയത്. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാം, നമ്മുടെ ഏജിങ്ങിൻ്റെ സൈൻസ് കുറയ്ക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിന്നെ പ്രായമാകുന്നത് പെട്ടെന്നാകുന്നത് ഒന്ന് പതുക്കെ ആകാൻ, സ്ലോ ഡൗൺ ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കും കൂടിയാണ് എനിക്ക്. ഇത് നിങ്ങൾ വീക്കിലി 3 തവണയൊക്കെ ചെയ്യാം. ഒരു 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു 2 തവണയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഭയങ്കര മെച്ചുവേർഡായിട്ടുള്ള സ്കിന്നാണ് ഉള്ളതെങ്കിൽ ഒരു വീക്കിലി 3 തവണയൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പാക്ക് ചലഞ്ച് ചെയ്തതുപോലെ നിങ്ങൾക്ക് ചെയ്ത് വരാം കേട്ടോ. അടിപൊളിയാണ്. ഒരു ദിവസം നമ്മൾ ഓരോന്നാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ടാനിങ്ങും ഡീറ്റാനിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഹൈഡ്രേഷൻ, പിന്നെ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. നമ്മുടെ തൈരിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്കിൻ ജെൻലി എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എക്സ്ഫോലിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യിക്കുക, പഴയ സ്കിന്നെല്ലാം മാറ്റി പുതിയ സ്കിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ആ സമയം നമ്മുടെ സ്കിന്നിൽ എക്സ്ഫോലിയേഷൻ നടക്കുമ്പോൾ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും, പിന്നെ നന്നായിട്ട് ഗ്ലോ ആവാനും ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്ത് സ്കിന്നിൽ ഇടുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്തും ബ്രൈറ്റനും ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ബേസൻ, അതായത് നമ്മുടെ കടലമാവ്, സ്കിന്നിലുള്ള എക്സസ് ഓയിലെല്ലാം കൺട്രോൾ ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ സ്കിൻ ക്ലിയർ ആകാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ഈ ബേസൻ കടലമാവ്. പിന്നെ നമ്മുടെ ഈ 2 പാക്കും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടാനും എല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ. എൻ്റെ 5 ഡേ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഞാൻ ഫേസിൽ ഓൾ ഓവർ ദ ഫേസ് ഈവൻലി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും നമുക്ക് 2 ഡേയ്സും കൂടി ഉണ്ട്, 6ഉം 7ഉം. അപ്പം നമുക്കറിയാൻ പറ്റും നമ്മുടെ ഫേസിൽ എത്രത്തോളം മാറ്റമാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. ആരെങ്കിലും ഇത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. എന്നിട്ട് നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതെന്ന്. ഇത് ചെയ്താൽ എന്തായാലും നല്ല റിസൾട്ട് കിട്ടും, കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു. ഇനി ഒരു 10-12 മിനിറ്റ് 15 മിനിറ്റോളം നമുക്ക് ഫേസിൽ വെക്കാം. ഞാനിന്ന് 12 മിനിറ്റ് 10 മിനിറ്റോളം ഒക്കെ വെക്കുന്നുള്ളൂ, കാരണം കുറച്ച് തിരക്കുണ്ട്. ഞാൻ നെക്കിൻ്റെ പോർഷൻ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും നമ്മുടെ നെക്കിൻ്റെ പോർഷനിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അവിടെ ഒരുമാതിരി കരുവാളിച്ചിരിക്കും, നമ്മുടെ ഫേസും നെക്കും രണ്ടും 2 കളറായിട്ട് മാറും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും നമ്മുടെ ഫേസിലും നെക്കിലും ഒരുപോലെ തന്നെ ഇടണേ. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. എന്നിട്ട് നമുക്ക് നോക്കാം
എങ്ങനെയുണ്ട് നമ്മളെ റിസൾട്ടെന്ന്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാവേ, ഈ ഫേസ് പാക്ക് നിങ്ങൾ തൈര് നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ ജ്യൂസോ പൊട്ടറ്റോയുടെ ജ്യൂസോ കുക്കുംബറിൻ്റെ ജ്യൂസോ ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ ബേസൻ കടലമാവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പയറ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഞവര അരിയുടെ പൊടി ചേർക്കാം, അങ്ങനെ വേണമെങ്കിലും ചേർക്കാമേ. നിങ്ങളത് മറക്കരുതേ. പിന്നെ എന്താണ്ട് എൻ്റെ ഫേസിലിതാ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റായി, പക്ഷേ നന്നായിട്ടൊന്നും അതങ്ങ് വലിഞ്ഞത്, കാരണം മഴയും കൂടിയല്ലേ, ചൂടില്ലല്ലോ ഇപ്പോൾ, അതുകൊണ്ട് ഉണങ്ങാനും കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ അധികം ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനൊരു മസാജ് കൊടുക്കുകയാണ്. ഈ മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവാനും നമ്മുടെ ഫേസിലുള്ള ടാനൊക്കെ റിമൂവ് ആവാനും, നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ, നമ്മുടെ ഈ നമ്മുടെ എറൗണ്ട് ദ മൗത്ത്, പിന്നെ നമ്മുടെ നെക്കിൻ്റെ ഏരിയാസിൽ, നമ്മുടെ ഫോർഹെഡ് എല്ലായിടത്തും നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കണം. ആ ഭാഗത്തൊക്കെ ആയിരിക്കും തരിതരി പോലുള്ള കുരുക്കളൊക്കെ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ എന്തായാലും വീഡിയോസ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് നല്ല നല്ല മാനിക്യൂർ പെഡിക്യൂർ, പിന്നെ നമ്മുടെ മുഖത്ത് തരിതരിയായിട്ട് വരില്ലേ കുരുക്കൾ, അത് മാറാൻ, ഡാർക്ക് സർക്കിൾസിന് നമുക്ക് നല്ല കുറച്ച് റെമഡീസും ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അടിപൊളി റിസൾട്ടാണ്. ഞാൻ ഇടയ്ക്ക് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ടായിരുന്നു. ഇപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും എനിക്കും വേണം, അതുകൊണ്ട് ഞാനും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യും. അടിപൊളി റിസൾട്ടാണ്. ട്രസ്റ്റ് മീ, നമുക്ക് നന്നായിട്ട് നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതും ഇനി നമ്മുടെ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ അതായിരിക്കും. പിന്നെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരെന്തായാലും കണ്ടു നോക്കൂ. ഈ ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത മുതൽ പിന്നെ ഹെയർ ഗ്രോത്ത് ചലഞ്ചല്ല, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും കേട്ടോ. സീരിയസ്ലി അത് ഹെൽപ്ഫുൾ ആവും. മസ്റ്റായിട്ട് നിങ്ങൾ കണ്ട് നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കൂ, അപ്ലൈ ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുക. ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ 5 ദിവസം ആയതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ തണുത്ത വാട്ടറിൽ കഴുകി ഫേസൊക്കെ തുടച്ചു. എന്നിട്ട് നിങ്ങൾ ഇത് മിക്കവാറും വൈകുന്നേരം രാത്രി ഈവനിങ് ഇടുന്നതാണ് നല്ലത് കേട്ടോ ഫേസ് പാക്കൊക്കെ. പക്ഷേ എനിക്കിന്ന് പുറത്ത് പോകണം, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ, നമ്മൾ പുറത്ത് പോകാനുള്ളവരാണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഈ പാക്കൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് പ്ലീസ് കമൻറ്റ് ബിലോ, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ ആർക്കൊക്കെയാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഈവനിങ്ങിലാണ് ഇപ്പോൾ പാക്ക് ഇടുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ മോയ്സ്ചറൈസർ ഒരിക്കലും വിട്ടുപോകരുത്. ഞാനിപ്പോൾ മോയ്സ്ചറൈസർ ഇടുന്നു. നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് യൂസ് ചെയ്യാൻ പറ്റിയ മോയ്സ്ചറൈസർ എന്ന് നോക്കിയിട്ട് അത് അപ്ലൈ ചെയ്യുക. പിന്നെ ഈ പാക്ക് ഇടുമ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനകത്തൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചോണം, ഇല്ലെങ്കിൽ അമ്മേനും തല്ലൊക്കെ കിട്ടും. അപ്പം ഇല്ലെങ്കിൽ വാഷ് ബേസിൽ നിന്നിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിലോട്ട് പോകും, നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഇറിറ്റേഷൻസ് ആണ്, എന്ത് പാക്ക് ഇട്ടാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ ഏതൊരു പാക്കും അപ്ലൈ ചെയ്യാവൂ. ഇനി ഞാൻ ഇടാൻ പോകുന്ന മോയ്സ്ചറൈസറാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് കേട്ടോ. ഏതെന്ന് പറയാവേ, നല്ല സൺസ്ക്രീനാണ്. ഞാനിത് പുറത്ത് പോകുമ്പോൾ അപ്ലൈ ചെയ്യും കേട്ടോ. ചില സമയത്തൊക്കെ പുറത്ത് പോകുമ്പോൾ അപ്ലൈ ചെയ്യുന്ന സൺസ്ക്രീനാണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സൺസ്ക്രീനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ, നല്ല സൺസ്ക്രീനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബിലോ ഞാൻ എൻ്റെ ഇത് പറഞ്ഞേക്കാവേ. ഇത് പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ്, ഒരു ടിൻറ്റഡ് സൺസ്ക്രീനാണ്. നല്ല സൺസ്ക്രീനാണ്, ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ് കണ്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്, പാടൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് പോകും കേട്ടോ. ഭയങ്കര ടിൻ്റൊന്നുമില്ല, ഒരു ചെറിയ ടിൻറ്റ് മാത്രമേ ഉള്ളൂ. സൺസ്ക്രീനിൻ്റെ എഫക്റ്റും കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീയൂസ് ചെയ്യാം. ഭയങ്കര വെയിൽ പോകുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് റീയൂസ് ചെയ്യണം എന്നാണ് പറയണത്. മിക്കവാറും ഞാൻ മടിക്കും കേട്ടോ. ഒരു തവണയൊക്കെ യൂസ് ചെയ്ത് പുറത്ത് പോകുമ്പോൾ പിന്നെ ഒരു മടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോഴാണ് ഒരു പൗഡർ ഇട്ട എഫക്റ്റ് തോന്നുന്നത്, പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കുറച്ച് ലൈറ്റ് കളറാണിത്, നല്ല രസമാണ്. നിങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ വാങ്ങും, ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാവേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.